അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞ് സൺഡേ വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലെ നല്ല നേരം കിട്ടാന്ന് വെച്ചേക്കണേ 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണിക്കുമ്പോൾ അങ്ങനെ എണിച്ചിട്ട് ഞാൻ അടിച്ചോരി തുടച്ചിട്ട് ചായയും കടിയൊക്കെ വെച്ചു, ചോറിനുള്ള ഇതും വെച്ചിട്ട് നേരെ കുളിച്ചു, തിരുമ്പി. ഇതാ കഴിഞ്ഞിട്ടുള്ളൂ. കറിയോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കറിയാം സൺഡേ ആയതുകൊണ്ട് തന്നെ വിൻഷേട്ടൻ എന്തെങ്കിലും വാങ്ങാന്നുള്ളൊരു പ്ലാനിലായിരിക്കും. അപ്പം ചിക്കൻ അല്ലല്ല വാങ്ങാനല്ല പോയിക്കണം. അത് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതാ. കുട്ടികളെ തന്നെ കൊണ്ടുപോകാൻ പാടില്ല. വിൻഷേട്ടൻ ഒരു കസ്റ്റമറെ കാണാൻ പോയിക്കണം. അപ്പോൾ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ വാങ്ങാന്നാണ് അതൊക്കെ വരുമ്പോ അച്ഛ വാങ്ങാന്നാ പറഞ്ഞത്, കസ്റ്റമറെ കണ്ട് വരുമ്പോ. അപ്പൊ തേജുവിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണത്. അപ്പം കസ്റ്റമറെ കാണാനുള്ള സാധനങ്ങൾ വാങ്ങാട്ടാ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചിക്കനൊക്കെ വെക്കാന്നുള്ളൊരു പ്ലാൻ. ഞാൻ പറയട്ടെ തേജുവോ? അപ്പോൾ അതൊക്കെ വെക്കണം. അപ്പോൾ ചിക്കൻ മാത്രം ഞാൻ എങ്ങനെ വെച്ചാലും ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല. ഒരു ടേസ്റ്റിക്ക് വെറുതെ നമ്മൾ ഉള്ളിക്കറിയൊക്കെ വെക്കണം, അതിൽ ചിക്കട്ട പോലെ ഒരു ഫീലുള്ളൂ. നല്ല ഗ്രേവിയിൽ എനിക്ക് ചിക്കൻ കറി ഇതുവരെ ടേസ്റ്റിൽ എനിക്ക് വെച്ചിട്ട് സെറ്റായില്ല. ആകെ ഒരു വട്ടം ഉണ്ടായിട്ട് വെച്ചപ്പോൾ വന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ അത്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റിലൊന്ന് ചിക്കൻ കറി മാത്രം കൂട്ടി ചോറുണ്ടെന്നൊക്കെ പറയല്ലേ, അപ്പം നല്ല ടേസ്റ്റിലുണ്ടല്ലോ നമ്മൾ അങ്ങനെ കഴിക്കുക. അപ്പം അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എനിക്ക്. അപ്പം ഞാൻ വല്ല ഏതെങ്കിലുമൊക്കെ ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് ഞാനും വിൻഷേട്ടനും കൂടിയിട്ട് വെക്കാന്നുള്ളൊരു പ്ലാനിലാട്ടാ. തേജ് കിടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് എടുക്കാന്നുള്ളൊരു പ്ലാൻ. തേജുവോ ഇത് കുട്ടികളുടെ സൗണ്ട് ഓവറായിട്ട് ഇങ്ങനെ ഇതിൽ വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ കമൻറ്റ് ഓട്ടോമാറ്റിക് ഓഫ് ആവണ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഞാൻ ഓഫ് ആക്കണതല്ല, കമൻറ്റ് ഓട്ടോമാറ്റിക് ഓഫ് ആവണതാണ്. അപ്പോൾ അങ്ങനെ. അപ്പം ഇന്ന് ഇപ്പോൾ ഇനി കറി വെക്കേണ്ട അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ചോറ് ഞാൻ ആയിണ്ട്, ചോറ് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ വന്നാൽ ക്യാമറ ചേട്ടൻ വന്നതിന് അതൊക്കെ വെക്കണം. അപ്പം നമുക്കിനി ചേട്ടൻ വന്നിട്ട് കാണാം. ഞാൻ തേജുവിനെ കാണിച്ചു തരാട്ടാ. തേജു ഇപ്പുറത്ത് വാ ഇവിടെ ഇരിക്കും. ഇവിടെ അവിടെ വെളിച്ചല്ലേ, ഇവിടെ ഇരിക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അവന് വെറും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞത് മാത്രമേ പറയാറുള്ളൂ, കഴിഞ്ഞിട്ടില്ല, തുടങ്ങണുള്ളൂ. അപ്പൊ ഇനി ഞാനും ഇന്ന് കുക്കിങ് തേജു, അച്ഛ, അമ്മയില്ല, തേജു അച്ഛൻ ഇന്നത്തെ കുക്കിങ്. അമ്മ ഇല്ലയോ? എന്തിനും അമ്മയല്ല എന്ന് വെച്ചേരാറ്. ഇന്ന് തേജു അച്ഛൻ കൂടിയിട്ട് വെക്കേ. അമ്മ എങ്ങോട്ട് പോണില്ല. ഇന്ന് തേജു അച്ഛൻ കൂടിയിട്ട് വെക്കണം ചിക്കൻ കറി. വെക്കോ? അപ്പൊ എന്തായാലും എനിക്കിനി വിൻഷേട്ടൻ വന്നിട്ട് കാണാട്ടാ. അങ്ങനെ അതെ വിൻഷേട്ടൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടാ. ഇവിടെ ചാത്തന്നൂർ പോയിട്ടാ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും പിന്നെന്താ സബോള, വെളുത്തുള്ളി, ഈ 2 ഐറ്റംസ് തന്നെയാണ് കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ അതേ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. തേജുവിന് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ അതേ ആള് വേഗം TV കാണാൻ അവിടെ പോയിരുന്നു കേട്ടാ. ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കുഞ്ഞുപുഴു തുള്ളണത്. തേജു ചിക്കൻ കറി വെക്കാതിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഗൈസ് ഇതെങ്ങനെയുണ്ട്? ഇത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള കാട്ടാ. തേജപ്പൻ്റെ കുറച്ച് ഫോട്ടോസ് ഹാങ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഹാങ് ചെയ്യാനുള്ള സംഭവം നമ്മുടെ ഇല്ല. നല്ല രസമുണ്ട് കേട്ടത്. ഇപ്പൊ തീർക്കും ഇതിൻ്റെ ഒക്കെ പണിക്കുറ്റ തേജു. വാ ഓ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടാ. ഒന്ന് ഇതാട്ടത് ചെറുതാണ്, മിനി ഫ്രൈ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഹാങ് ചെയ്യണം. ഞാൻ വെറുതെ ഇപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചു എന്നുള്ളൂ. ഇനി ഞാൻ പണിയിലേക്ക് എടുക്കുകയാണ്. അവരെ കൊണ്ട് സബോള, വെളുത്തുള്ളി 2 ആളും കൂടി ഇരുന്നത് നന്നാക്കട്ടെ.
ഞാനപ്പോഴേക്കും ചിക്കൻ കഴുകട്ടെ കേട്ടോ. ഞാനപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ളത് മാത്രം പുറത്തേക്ക് എടുത്ത് വയ്ക്കട്ടെ. സബോള നമുക്ക് എത്ര എണ്ണം വേണം, വെളുത്തുള്ളി എത്ര എണ്ണം വേണം എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ അതേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് എടുത്ത് വെക്കാൻ നോക്കി. അപ്പോൾ എനിക്ക് തോന്നി പഴയ സബോളകൾ കുറച്ചിരിക്കുന്നുണ്ട്, അത് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പുതിയത് കൊടുത്ത് അതിലേക്ക് ഇട്ടിട്ട് പഴയത് ഉള്ളത് കുറച്ചെടുത്തു. 3 സബോളയായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് വെളുത്തുള്ളി ഇത് കണ്ടപ്പോൾ എനിക്കിത് കുറവായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ വീണ്ടും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് വിൻഷാട്ടിനും തേജുവിനും ഇതെല്ലാം കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലൈസ് ആയിട്ട് ഇവിടെ നിന്നിട്ട് അറിയണേ കഴുകിയോ? ആ ഉള്ളി കഴിയണം. തോല് കളഞ്ഞിട്ടേ കഴുകിയ ഉള്ളി, അതറിയില്ലേ? നിനക്ക് വെളുത്തുള്ളി നന്നാക്കാൻ തരാം. അതെ കഴിക്ക്. അങ്ങനെ നന്നാക്കണം, അച്ഛ പഠിപ്പിച്ചു തരും. അച്ഛ തന്നെ ഇപ്പൊ പഠിക്കണുള്ളൂ. ട്രൈപ്പോഡ് പൊട്ടിയോണ്ട് ആകെ പെട്ടു ഞങ്ങള്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുക്കേണ്ട അവസ്ഥയായി. വ്ളോഗ് എടുക്കാൻ ട്രൈപ്പോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചിക്കൻ കഴുകട്ടെ 1 മിനിറ്റ്. അങ്ങനെ അതെ ഞാൻ ചിക്കൻ കഴുകാനും തേജും വിൻഷാട്ടിനും കൂടിയിട്ട് സബോള വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. തേജുവിനാണെങ്കിൽ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എല്ലാതും ക്ലീൻ ആക്കി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ വിൻഷാട്ടിനായിട്ട് അടി കൂടുന്നുണ്ട് കേട്ടോ. തേജുവിനാണെങ്കിൽ ഇടയിലിടയിൽ ഓരോരോ കൊനിഷ്ഠ സംശയങ്ങളുണ്ട് കേട്ടോ. അത് ചോദിച്ചിട്ട് വിൻഷാട്ടിനെ ദേഷ്യം പിടിച്ചിട്ടാട്ടെ നിൽക്കണത്. ചിക്കൻ കറി വെക്കുന്ന വീഡിയോ നോക്കാം. വിൻഷാട്ടിനാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ തേജുവിനെ അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി കേട്ടോ. ഞാൻ എന്തെങ്കിലും തേജുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ അയ്യോ പാവട്ടോ അതിനങ്ങനെ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നോക്കണു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര നാണക്കേടാവും. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് തേജു അമ്മയ്ക്ക് അതിങ്ങനെ എടുത്തോണ്ടായോ എന്ന് പറഞ്ഞപ്പോൾ ഈ പണി എടുക്കണേന്ന് തേജുവിനെ ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് വിൻഷാട്ടോടെ ഒപ്പിച്ചുകൊണ്ടിരിക്കണത് കേട്ടാ. അപ്പോൾ അത് പറയുമ്പോൾ തേജുവിന് അമ്മ വേണ്ട എന്നെ അച്ഛൻ കളിയാക്കണു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചിണുങ്ങുന്നുണ്ട് കേട്ടാ. ചിക്കൻ കറി വെക്കതിൽ വീഡിയോ എന്താ ആ പച്ചമുളക് തക്കാളി അതൊക്കെ ഇല്ലേ, തക്കാളി മാത്രം ഇതിലിടണം. ഉള്ളിക്ക് വെളുത്തുള്ളി അത് പോരാ പെണ്ണ, വെളുത്തുള്ളി ഇത് കൂടി ഉള്ളി വെളുത്തുള്ളി ആക്ക്. വെളുത്തുള്ളി ഇത് കൂടി വെച്ചോ, വെളുത്തുള്ളി ഇതും കൂടി. ഞാൻ അന്ന് യൂട്യൂബിലൊന്ന് ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് ചെറുതായി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ട് ഒന്ന് ഓണാക്കി വരാൻ തേജിനോട് പറഞ്ഞു കേട്ടാ. ഫോണ് വിടരുത്. അതിനെ പറഞ്ഞോട് എന്താ ചെയ്യണ്ട.
അപ്പൊ ഞാൻ എന്തെങ്കിലും കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞ കുട്ടിക്ക് അത് പറ്റില്ല കേട്ടോ. കുട്ടിക്ക് വിൻഷേട്ടൻ എന്താണോ ചെയ്യണം അത് തന്നെ അവന് ചെയ്യണം. അപ്പൊ വിൻഷേട്ടൻ അത് നുറുക്കണേന് വിൻഷേട്ടനിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് നിൽക്കണ്ടിട്ടാ. അവസാനം വിൻഷേട്ടൻ വെറുതെ തല്ലാൻ കൈ വാങ്ങുമ്പോൾ ഒരു കള്ളത്തരം കാട്ടിയിട്ട് ഒരു കരഞ്ഞിട്ടുള്ള ഒരു പോക്കുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ കാണാം. അപ്പൊ വിൻഷേട്ടൻ അവൻ അരിയാൻ സമ്മതിക്കണില്ല, അവൻ അരിയണം. വിൻഷേട്ടൻ എന്താണോ ചെയ്യണത് അത് അവൻ അവിടെ ചെയ്യണം. അപ്പോൾ വിൻഷേട്ടനെ ചെയ്യാൻ സമ്മതിക്കാണ്ട് വിൻഷേട്ടനെ മുണ്ട് പിടിച്ച് വലിക്കുക, കടിക്കുക, പിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടുന്ന് വിൻഷേട്ടനെ ഇന്ന് പിന്തിരിപ്പിക്കാനുള്ള പരിപാടിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതേ പിണങ്ങി പോയിട്ട് ഇനി സോഫയിൽ ഇരുന്ന് കറിയുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ടിലിൻ്റെ അടിയിലോ സൈഡിലെങ്ങാനും പോയിരുന്ന് കറി എന്തെങ്കിലും അവിടെ ചെയ്യണ്ടാവും. അപ്പോൾ വിൻഷേട്ടൻ ആശ്വസിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചിക്കൻ കഴുകായിരുന്നു. അപ്പൊ ഞാനും അത് വേഗം കൈയൊക്കെ കഴുകിയിട്ട് ഇത് അവൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. വായോ നമ്മുടെ കുട്ടി വെച്ചാ മതി. വായോ നമ്മുടെ ചെത്തു വായോ. നമുക്ക് വെച്ച അതിനെ കൂട്ടണ്ടാവാ. നമ്മുടെ കുട്ടി വായോ, അതിനെ കൂട്ടണ്ടോട്ടോ. നമ്മുടെ കുട്ടി വായോ. എന്നാ ഞാൻ വെക്കാൻ പോകട്ടെ, നിങ്ങൾ കളിച്ചോ. വീടുണ്ട് നോക്കിയ പൊടി പൊടി തന്നെ ഉപ്പാണത്. ഫോണിന്ന് ചിക്കൻ കറി സെർച്ച് ചെയ്യും. അപ്പം അതേ രണ്ടാമത്തെ ട്രിപ്പ് തല്ലുകൂടി പോക്കും കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ചിക്കൻ കറിയും ചിക്കൻ വറക്കണതിൻ്റെ ഇടയിൽ ഒരു 100,000 വട്ടം തേജ് തല്ലുകൂടി പോയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ വരും എന്താ ചെയ്യേണ്ടത് ചോദിക്കും. ഞാനിപ്പോൾ അവനോട് എന്ത് ചെയ്യാനാ പറയാം. എന്തെങ്കിലും വിൻഷേട്ടൻ ചെയ്യാത്തതല്ലാണ്ട് എന്തെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് അവൻ അപ്പം പറ്റില്ല, അപ്പം അവൻ തല്ലുകൂടി പോട്ടാ. അല്ലെങ്കിൽ വിൻഷേട്ടൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവനോട് പറഞ്ഞാൽ അവനെ ചെയ്യണം. അവനെ കൊണ്ട് എന്തായാലും സബോള അരിയെ തക്കാളി അരിയെ പറ്റില്ല. അപ്പോൾ അത് വീണ്ടും തല്ലുകൂടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കളിച്ച് നേരം പോകണമെന്ന് അറിയണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വൈകണ്ടെന്ന് വിചാരിച്ച് വേഗം ഞാൻ ചിക്കൻ കറി വെക്കാൻ നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കൊളായാലോ ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലോ എന്നൊക്കെ. പിന്നെ അപ്പുറത്ത് അവിടെ പണി നടക്കണേൻ്റെ ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് വിൻചേട്ടൻ പറഞ്ഞു കുറച്ച് കറിയൊക്കെ അവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായിട്ടാണ് എങ്ങാനും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഞാൻ വേഗം നല്ലൊന്ന് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇതിൽ ഫുള്ള് തേങ്ങ അരച്ചിട്ടുള്ള റെസിപ്പി അങ്ങനെ പല അത് കാണുമ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ വിൻചേട്ടൻ പറഞ്ഞു എവിടെയും നോക്കണ്ട, ഈ ഒന്ന് കുറുന്നനൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഞാൻ എപ്പോഴും സബോള എടുക്കുമ്പോൾ ഒരുപാട് എടുക്കാറുണ്ട്. അപ്പോൾ സബോള നീ കുറവെടുത്തോ, ഒരുപാട് എടുക്കുമ്പോഴായിരിക്കും അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കുഞ്ഞിയ സബോള അങ്ങനെ 3 കുഞ്ഞിയ സബോളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വെക്കാൻ നോക്കിയിട്ട് ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആവും. കുറേ വീഡിയോ കാണുമ്പോൾ എപ്പം ചീത്ത പറഞ്ഞെങ്കിൽ അത് നോക്കണ്ടെങ്കിൽ അത് അവിടെ വെച്ച് എനിക്ക് അറിയണ പോലെ വെച്ചോ എന്നും പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവസാനം നമ്മൾ തുടങ്ങിയ നേരം കൊണ്ട് തന്നെ തേജ് ഇതേ വീണ്ടും വന്നിട്ട് അവൻ അവിടെ ഇരിക്കപ്പുറത്തില്ലേ ഞങ്ങളുടെ വർത്താനങ്ങൾ കേട്ടിട്ട്. അടി ഉണ്ടാക്കി പോയാലും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ തേജ് വീണ്ടും വരും കേട്ടോ. അമ്മ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്കെന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് എന്തെങ്കിലും പണി തരൂ പറഞ്ഞിട്ടാണ് കുട്ടീൻ്റെ പിന്നാലെ നടക്കണത് കേട്ടോ. ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഒന്നും കൂടാൻ പാടില്ല, വല്ലാത്തൊരു കുത്തുന്ന രുചി വരും. ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അതെ വിൻഷേട്ടൻ വെളുത്തുള്ളിയുടെ തൊണ്ട് മൊത്തം വാരിട്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ വെളുത്തുള്ളി ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടാ. ഇനി അടുത്തടി തുടങ്ങണത് വെള്ളം കലക്കുമ്പോളാട്ടാ. ഞാനിത് ഇവിടെ എൻ്റെതായ രീതിയിലുള്ള പണികളിലിട്ട ചിക്കൻ കറി വെക്കേണ്ട ഇതിലാണ് നിൽക്കണത്. ഇനി തേജും വിൻഷാട്ടിനും കൂടി അടുത്ത അംഗത്തിന് ഇറങ്ങിണ്ടേ. അരിക്കണം ട്ടാ. ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിച്ചെടുക്കുക കേട്ടോ. പച്ചച്ചോയ വിടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് ആദ്യം വെളിച്ചെണ്ണയിൽ ഓയിലാട്ടെ നന്നായി മൂപ്പിച്ചെടുക്കണ്ടേ. കുഴപ്പമില്ല, നല്ല പുളി മധുരം കുറവാ. എത്ര മധുരം മതി? നല്ല പുളി. നന്നായിട്ട് വെച്ച് നല്ല രസമായിരുന്നു. പിന്നെ അതെ ഞാൻ സബോളയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാട്ടാ ഓർത്തത് ഇതേ അവിടെ പണി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അവരുണ്ടല്ലോ. അപ്പോൾ വിൻഷേട്ടൻ വീണ്ടും ഇതേ കുറച്ചും കൂടി നാരങ്ങയൊക്കെ എടുത്തിട്ട് വെള്ളം കലക്കിയിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കുക കേട്ടോ. അങ്ങനെ അതെ തേജ് പോയ നേരം നോക്കിയിട്ട് ഞാൻ മുളക് പൊടി പാത്രത്തിലാക്കാട്ടെ. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് നാളെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവർ ഒരുപാട് മുളക് ഉണക്കി പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചത് ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം പാത്രത്തിലാക്കി. വേറെ ഒന്നുമല്ല കേട്ടോ, തേജ് കണ്ട അവന് ഇത് എന്താണെന്ന് അറിയണം. അവൻ ചിലപ്പോൾ കണ്ണ് തെറ്റിയ മറ്റേ വെള്ളം കലക്കണ സ്കാഷിൻ്റെ പൊടി എടുത്തിട്ട് ചിലപ്പോൾ എടുത്ത് കഴിച്ചു എന്നൊക്കെ വരും. അപ്പം ഞാൻ വേഗം ഇത് ഇവിടെ ഒന്നും പുറത്ത് വെക്കില്ല കേട്ടോ. അങ്ങനെ പൊടി പാക്കറ്റിലുള്ളത് ഡപ്പയിലാക്കണതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇങ്ങനെ കവറിൽ കെട്ടണത് ഞാൻ അവൻ കാണാണ്ട് അതിൻ്റെ അടിയിൽ ഡോർ ഉണ്ടാവുമല്ലോ, കബോർഡിൻ്റെ അടിയിലൊക്കെ കൊണ്ടിട്ടാട്ടോ വെക്കുക. കുട്ടിക്ക് ഇടയ്ക്ക് എപ്പോഴും എന്താ തോന്നുന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനത് സേഫായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. അങ്ങനെ ചെയ്തതാട്ടോ. പിന്നെ അതേ ഞാൻ ചിക്കൻ കറിയുടെ പരിപാടിയിലാണ്. ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കി ഇനി നാശമായാലോ ഇതായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല. ഉണ്ടാക്കണതൊന്നും നോർമലി ഞാൻ സബോള കുറച്ച് കുറവ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്നു നന്നായി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയണേ എന്ത് ഫുഡ് ഞാൻ വെച്ചാലും സംഭവം സെറ്റ് ആവാറുണ്ട്. പക്ഷേ ഈ ചിക്കൻ കറി വെക്കണത് മാത്രം എനിക്ക് അങ്ങോട്ട് സെറ്റായിട്ട് വരാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോർമലി ചോറും ചിക്കൻ കറിയും സിമ്പിളായിട്ട് വേഗം വെക്കാൻ പറ്റുന്നത് ചിക്കൻ കറിയൊക്കെ തന്നെയാണ്. അത് മാത്രമാണ് ഈശ്വരൻ എനിക്ക് ഞാൻ വെച്ചാൽ ഒരു ടേസ്റ്റ് വരാത്ത ഗ്രേവി ആവാത്ത എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് അപ്പം എൻ്റെ കുറ്റം ഞാൻ ചെയ്യണേലുള്ള തെറ്റുകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ കൈയോടെ തന്നെ ആയിട്ടാ പരക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയിട്ടുണ്ട്. തേജും വിൻഷാട്ടിനും കൂടി വെള്ളം കലക്കിയതും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒപ്പം കഴുകുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കി ഇടുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഒപ്പം ചെയ്തില്ലെങ്കിൽ അവസാനത്തേക്ക് അതെനിക്കൊരു വലിയൊരു ഇരട്ടിപ്പണിയായിട്ട് മാറും. അപ്പം ഞാൻ പരമാവധി ഒരു തുള്ളി വെള്ളം പോയാൽ പോലും ഞാൻ കൈയോടെ അപ്പം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടാണ് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പും ചെയ്യാം. അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടൊന്ന് വയറ്റി വന്നതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ചിക്കൻ വറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി കുറേ പേര് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ചിക്കൻ വറക്കണത് എൻ്റെ സെറ്റ് ആവാറുണ്ട്, നല്ല ടേസ്റ്റ് ആവാറുണ്ട് കേട്ടോ. പിന്നെ കളർ പൊടി കഴിഞ്ഞു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ജസ്റ്റ് ഇത് എത്ര മാത്രം എടുക്കണുള്ളൂ കേട്ടോ. ഒരു ശകലം കഴിഞ്ഞിരിക്കണു. ഞാൻ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് തുടച്ചാകുമ്പോൾ തൊട്ട് കൊടുക്കട്ടെ ചെയ്തത്. അങ്ങനെ ഇതേ കളർ പൊടി യൂസ് ചെയ്യണത് പൊട്ടയാണ് ശരിക്ക്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ അത് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടിയുടെ ഒരു അളവ് ചോദിച്ചേക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങനെ അങ്ങോട്ട് ഇടുക കേട്ടോ ചെയ്യുക. മാക്സിമം ഒരു 1.5 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കണം.
പിന്നെ മഞ്ഞപ്പൊടി അതൊരു 1/4 സ്പൂണോളം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാല ഇത് ഒരു 1.5 ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 1.5 സ്പൂണായിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ടീസ്പൂണാണോ സ്പൂണാണോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടിയായിട്ട് ഇടുന്നത്. അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി ആദ്യം അങ്ങോട്ട് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കയ്യിൽ തന്നെ പിടിച്ച് അതിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പാട്ടോ. ഉപ്പ് അത് ഞാൻ പാകത്തിന് ഇടും. ഒന്ന് ചെറുതായി ടേസ്റ്റ് ഇങ്ങനെ നോക്കും ഉപ്പ് പാകമാണോ എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞാൽ എനിക്കറിയില്ല ശരിക്കും. ഞാനത് ഇങ്ങനെ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് അങ്ങോട്ട് ഇടുക ചെയ്യുക. പിന്നെ ഇതിങ്ങോട്ട് ഇളക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. കാരണം കോൺഫ്ലവറിൻ്റെ പൊടിയുമൊക്കെ പൊടികളല്ലേ. അപ്പോൾ നമ്മൾ ചിക്കനിലെ വെള്ളം നല്ല വാരാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ വറുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ എണ്ണയും വെള്ളവും കൂടി ഇങ്ങനെ തിളച്ച് നിൽക്കും. നല്ല വൃത്തിയിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല വെള്ളം വാർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ശകലം വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പൊടി വേറെ ചിക്കൻ വേറെ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഒരുപാട് നേരം നന്നായി ഞാൻ മസാജ് ചെയ്ത് നന്നായിട്ട് കൊടുക്കൂട്ട. പിന്നെ ഇതേ ചിക്കൻ തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഗ്യാസ് നല്ലോണം ഒന്ന് കുറച്ചിട്ടു. പിന്നെ ചിക്കൻ വറുക്കാനുള്ള എണ്ണയാട്ടോ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. നോർമൽ ഓയിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഒന്നല്ല എടുത്തേക്കണത് പ്രാവശ്യം. പിന്നെ അതേ ചിക്കൻ പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് നന്നായി സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പരട്ടണേൻ്റെ ഒപ്പം ഇതാണ് ആ പച്ചക്കളർ കാണണത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒരെണ്ണം ഒന്ന് വറുത്ത് നോക്കും. ഒരെണ്ണം വറുത്തതിന് ശേഷം ഞാൻ ഫുൾ എടുക്കുള്ളൂ. വേറെ ഒന്നല്ല, എന്തെങ്കിലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഇട്ടാ ഞാൻ ബാക്കി ചിക്കനും കൂടി വറക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം വറുത്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്കറിയാലോ എരിവോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇട്ടാൽ പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതായിട്ട് ചെയ്യാം. എന്നിട്ട് ആ വറുത്ത ചിക്കൻ ഞാൻ തേജുവിനോ വിൻഷേട്ടനോ അവരാരെല്ലാം വെച്ചിങ്ങനെ അവർക്ക് കൊണ്ടുകൊടുക്കും. അപ്പോൾ ഓക്കെ ആണെങ്കിൽ അതേ ബാക്കിയൊക്കെ എടുത്തിട്ട് ഞാൻ വറുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ഒന്നായതിന് ശേഷം മുകളിൽ കൂടെ അതേ കുറച്ച് കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കറിവേപ്പില ഒന്ന് ലൈറ്റായിട്ട് വാടിക്കഴിഞ്ഞിട്ട് നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടും. അങ്ങനെ അതേ നമ്മൾ ഫസ്റ്റ് വറുത്ത ചിക്കൻ എടുത്തിട്ട് ഞാൻ തേജുവിന് കൊണ്ടുകൊടുത്തിട്ട് തേജുവിൻ്റെ വിഷമം മാറ്റേണ്ടത്. തേജു അപ്പം പിണങ്ങി പോയിട്ട് കിടക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിലും 1-2 അടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ നല്ല വിഷമമായിട്ടുണ്ട്. വിൻഷേട്ടൻ്റെ നല്ലൊരു അടി കിട്ടി തോന്നുന്നു. കുട്ടിക്ക് കുറുമ്പ് കുറച്ച് കൂടുതലാണ്. കുറച്ച് വെച്ചാൽ ഭയങ്കര കുറച്ചൊന്നുമല്ല. ഇപ്പോൾ കുറുമ്പ് കൂടുണ്ട്. ഞങ്ങളിപ്പോൾ നല്ലോണം ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇതാക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അടിയോ ചീത്തയൊക്കെ കേൾക്കാന്ന് വെച്ചാൽ എൻ്റെ തന്നെ കേൾക്കാറുള്ളൂ. അപ്പം ഞാൻ പറയാറില്ല, ഞാൻ പറഞ്ഞാലും അവൻ തമാശ രൂപേണയാണ് എടുക്കുക, എന്നൊരു വിലയില്ല. പക്ഷേ വിൻഷാൻ്റെ ഒന്ന് ഒച്ചന വർത്താനം, അതായത് ഉറക്കൊന്ന് സംസാരിക്കുക, ഉറക്കം അവൻ്റെ അടുത്ത് ചാടി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാൽ പോലും കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. കുട്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ വിഷമം മാറി കരഞ്ഞു ഒക്കെ ഒന്ന് സെറ്റായിട്ടാ. എന്നിട്ട് ഞാനത് കൊടുത്തപ്പോൾ പിന്നെ ഇഷ്ടമായിട്ടാണ്. അവന് ഇഷ്ടമാണ് ചിക്കൻ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് വെറുതെ കഴിക്കാൻ. അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ അത് വേഗം കഴിച്ചു. പിന്നെ അതേ ഞാൻ ചിക്കൻ കറി വെച്ചപ്പോൾ വിൻഷാട്ടിനോടൊന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞോട്ടെ. പക്ഷേ വിൻഷാട്ടൻ വന്നേക്കുന്നത് ചിക്കൻ വറുത്തത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആകെ ചിക്കൻ വറുത്തത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ നോട്ടം ഇതിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഒന്നും വറുത്തിട്ടില്ല കേട്ടോ. കുറച്ചിനെ വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കറി വെക്കാന്നുള്ള പ്ലാനിൽ മാത്രം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ ചിക്കൻ വെന്തോന്നൊക്കെ നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തോന്ന് നോക്കുന്നുണ്ട്. വെള്ളം ഞാൻ കുറച്ചല്ല സംഭവം അവസാനത്തേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തിളക്കിന് കാണുമ്പോൾ വെള്ളം കൂടിയുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 3 ആളല്ലല്ലോ കഴിക്കണത്, നമ്മൾ അപ്പുറത്തേക്കും കൂടിയും കൊടുക്കാനുള്ള ഒരു പ്ലാനിലല്ലോ. അങ്ങനെയൊക്കെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനത്തെ ഞാൻ നന്നായി വറ്റിച്ചെടുത്തോട്ടെ. നല്ല കുറുന്നനെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ച പോലെ വരും ചെയ്തു. ഞാൻ കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് വരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നല്ലോണം കട്ടയോന്ന് എനിക്ക് തോന്നി. ഇരുന്നിരുന്ന് ഒന്നും കൂടി കട്ട വന്ന പോലെ തോന്നിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കട്ടയല്ല, ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഞാൻ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതേ ലാസ്റ്റത്തെ ചിക്കൻ പീസായിട്ടാണ് വറുത്തുകൊണ്ടിരിക്കണത്. ചിക്കനും ഇതേ വറുത്തു സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് എല്ലാതും ആയപ്പോൾ ഞാനിതേ ചോറൊക്കെ വിളമ്പി വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഡെക്കറേഷൻ ചെയ്യാൻ വിൻഷേട്ടൻ വന്നില്ല. വിൻഷേട്ടൻ അവിടെ പണി നടക്കുന്നതിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കി തോന്നുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം സബോളയും തക്കാളിയും ലെമണൊക്കെ അരിഞ്ഞിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വിൻഷേട്ടൻ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനെനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ 3 ആളും കൂടി ഇത് ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ 3 ആളും കൂടി ഇങ്ങനെ സൺഡേയിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റാറുള്ളൂ. ഞാൻ എല്ലാ ഷോർട്സിലും പറയാറുണ്ട്, വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കണില്ല. അപ്പോൾ ഇങ്ങനെ ഞാനെന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഉച്ചയ്ക്കൊക്കെ തന്നെ ഇരുന്ന് സോഫയിലൊക്കെ ഇരുന്നിട്ടാലോ കഴിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇവർ 2 ആളും കൂടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല രസമായിട്ട് കഴിക്കുക. തേജു ആയാലും തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം ഇങ്ങനെ ഇരുത്തുമ്പോൾ അവൻ അങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോന്നൊക്കെ പറയുമ്പോൾ പതുക്കെ ഇരുന്ന് കഴിക്കൂട്ടോ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എവിടെയെങ്കിലും അവനെ കൊണ്ടിരുത്തി കഴിക്കുക അവൻ കഴിക്കില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവനിരുന്ന്
കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനിപ്പോൾ തന്നെ കഴിപ്പിച്ച് അവനെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ഫുഡ് കൊടുക്കേണ്ട ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് അവന് വരുന്നുണ്ട്. ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെയാണ് കഴിക്കണത്. അങ്ങനെ അതെ ഞങ്ങൾ വർത്താനങ്ങളൊക്കെ പറഞ്ഞു, കുറേ എന്തൊക്കെയായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ചു കിട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാട്ടിനും തേജു റെസ്റ്റ് ചെയ്യാൻ എന്താ TV കണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതെ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി, നമ്മൾ കഴിച്ച സ്ഥലവും പാത്രങ്ങളൊക്കെ അവിടെ കഴുകണോടത്ത് കൊണ്ടിട്ടു. പിന്നെ നമ്മുടെ മേശയും കാര്യങ്ങളൊക്കെ അതേ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ തന്നെ കഴിച്ച പാത്രങ്ങളും അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാൻ നിന്നു, കഴുകി വെക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇൻഷാട്ട് എനിക്ക് കഴുകി തരാറുണ്ട് പാത്രങ്ങൾ. ഞാൻ അവിടെയൊക്കെ നമ്മൾ കഴിച്ച സ്ഥലം തുടയ്ക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തോ വയ്യാന്ന് പറഞ്ഞു അവിടെ പോയി ഇരുന്നു കേട്ടോ. തേജുൻ്റെ നിന്നുള്ള അടിയൊക്കെ കിട്ടിയോണ്ടാ തോന്നുന്നു. അപ്പോൾ ഞാൻ കഴുകിക്കോളാമെന്നും പറഞ്ഞിട്ട് ഞാനിതേ കഴുകുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ട്, കാരണം ചിക്കൻ കഴുകിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് തേജ് എന്തൊക്കെയോ കഴിച്ചിട്ട് വായ കഴുകിയാനൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകിക്കൊണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നന്നായി ഷാമ്പു വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അതേ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പണികളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി രാത്രിക്കുള്ളതല്ലേ ചിക്കൻ കറിയും അതൊക്കെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മൾ ഉച്ചത്തേക്കുള്ളത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോറിൻ്റെ പാത്രം എല്ലാതും അവിടെ കഴുകി വെച്ചു. പിന്നെ അവിടെയൊക്കെ ഇതേ തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടു കേട്ടോ. പറയുമ്പോൾ ഞാനിതേ ഒപ്പം ക്ലീനാക്കി ഇടുന്നുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരക്കുണ്ടെങ്കിൽ ഒപ്പം തുടക്കി, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എവിടുന്ന് വീണ്ടും ഇങ്ങനെ പരന്ന് വരണു ചോദിച്ചു പിടുത്തൂരായിട്ട്. അപ്പോൾ ഞാൻ ഒപ്പം ക്ലീനാക്കിയില്ലെങ്കിൽ ഇവിടെ ഒരു പൂരപ്പറമ്പായിട്ട് കിടന്നിടുന്നു. പിന്നെ ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് എണ്ണകളൊക്കെ തെറുക്കി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ തെറിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് അവസാനം തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്യാസൊക്കെ നല്ല ചൂടാവില്ല, അപ്പോൾ ഒന്ന് തണുക്കാനൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതിൻ്റെ നമ്മുടെ ഗ്യാസിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് ക്ലീനാക്കി. അതിനുശേഷം അവിടെ ഒന്ന് അടിച്ചോരി ഇടുന്നുണ്ട്. കാരണം നിങ്ങൾ കണ്ടതല്ലേ ഇവർ സബോള നന്നാക്കണതും വെളുത്തുള്ളി നന്നാക്കണതും അതൊക്കെ നിലത്ത് ഇങ്ങനെ തേജ് പൂക്കളം ഇട്ട പോലെയായിരുന്നു ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടേക്ക് കടന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അതേ അവിടെയും കൂടി ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. പിന്നെ അതേ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അടുത്ത ട്രിപ്പ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരം കൊണ്ട് തിളച്ച് സെറ്റായിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ആ ജഗ്ഗിലും കൊണ്ട് ഒഴിച്ചു. അങ്ങനെ അത് ഇതൊക്കെ കഴിഞ്ഞൊരു പട്ടിയെ പോലെ ഞാനിത് കിതച്ച് ചെല്ലുമ്പോൾ അച്ഛനും മോനും സുഖമായിരുന്നു TV കാണുന്നുണ്ട് കേട്ടോ. ഞാൻ വല്ല ഹൊറർ സിനിമയാണോ കാണണമെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് നോക്കിയതാണ്. അപ്പോൾ അതൊന്നല്ല, എന്തോ കണ്ടപ്പോൾ അങ്ങനെ ഇരുന്ന് കാണുക തോന്നുന്നു. തേജും ഇൻഷാട്ടിനും കൂടെ അവിടെ ഇരുന്ന് TV കാണാട്ടോ. ഞാനും TV കാണാൻ ഇരിക്കും. അവരിപ്പോൾ വേറെ ഏതോ സിനിമ ആണ്, നമുക്കുള്ള പ്രേതത്തിൻ്റെ പടം കാണാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തൽക്കാലം അവരത് കാണിക്കരുത്തി. എനിക്ക് 2 വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്, നമ്മൾ ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ വേഗം 2 ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാനും TV കാണാൻ പോകട്ടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ റൂമിലാട്ടാ കുറച്ച് നേരം കിടന്നിട്ട്, നല്ല വെയിലുണ്ട്, കുറച്ച് നേരം കിടന്നിട്ട് ഇവിടെ കിടന്നിട്ട് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ രണ്ടാളും കൂടി എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യും കേട്ടോ. വാതിലൊക്കെ തുറന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ പോണം, എഡിറ്റ് ചെയ്യാ വീഡിയോ എടുക്കട്ടെ. കോപ്പിറൈറ്റ് കിട്ടും കളിക്കണ കളിയല്ല. ഇപ്പൊ നാളെ ഡിലീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയേ വീഡിയോ ഓണാക്കി പൊക്കോളൂ. അടുത്ത ആള് പോടാ ഡാണ്ട് എന്നല്ല പോടാ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാം, അമ്മ കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ ഇതാണ് അവസ്ഥ. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതേ വീഡിയോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ച തേജും ഇൻഷാട്ടിനും കൂടി സമ്മതിക്കില്ല. അവർ രണ്ടാളും കൂടി തല്ലൂട്ടിട്ട് അവസാനം എന്റെ തലയ്ക്കേട്ട വരിക. തേജു എന്റെ തലയ്ക്കാൻ പത്ത് വന്നിരിക്കട്ടെ. തേജുവിനെ പിടിക്കാനാണ് ഈ പ്രേതം നടക്കണ പോലെ അങ്ങനെ നടക്കണത്. സത്യം പറഞ്ഞ ഈ വീഡിയോ എടുത്തൊന്നും മീൻഷാട്ടെ കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. ഇനി ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേ കാണുള്ളൂ. തന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കുമെന്ന് എനിക്കൊരു ഐഡിയ. സത്യം പറഞ്ഞ മീൻഷാട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടോ നടക്കുക. എന്നെയായാലും തേജുനായാലും പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് സാധാരണ നമ്മൾ പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് ചൊറിഞ്ഞ് നടക്കുന്നത് നേരെ തിരിച്ചാണ്. എന്നെയും തേജുനെയും മീൻഷാട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. നമ്മളതിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും ഓരോന്നും ഇങ്ങനെ കാട്ടിയിട്ടിട്ടാ. അമ്മാതിരി സ്വഭാവമാണ്. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ മീൻഷാട്ടൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ അടിയിൽ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാട്ടി കൂട്ടണത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ.
ഇതിപ്പോൾ പോസ്റ്റ് ചെയ്താൽ എന്തായിരിക്കുമെന്ന് നമുക്ക് വഴിയെ കാണാട്ടാ. പിന്നെ ഇപ്പോൾ വിൻഷാട്ടൻ പോയിക്കണത് ഗ്രൗണ്ടിലേക്ക് കളിക്കാനാട്ടാ. തേജപ്പനെയും കൂട്ടിയിട്ടാണ് പോയത്. അവിടുന്ന് ഇതേ കുറച്ച് ഇരുട്ടായപ്പോഴേക്കും വിൻഷാട്ടൻ്റെ ഫ്രണ്ടായിട്ടത് പ്രീതി ചേച്ചി, അപ്പോൾ അവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വീട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആളുടെ ഒരു മോനുണ്ട് കേട്ടോ. 2 മക്കളുണ്ട്, പക്ഷെ ഒരു മോനും ആളും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അവർ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് താടുന്നു. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് വിൻഷാട്ടൻ വിളിച്ചത് പ്രീതി ചേച്ചി വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതേ തേജും കൂടിയിട്ട് അവർ വേഗം വന്നു കേട്ടോ. കാരണം അവർ വന്ന് വീടൊക്കെ കണ്ട് ഒരുപാട് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ. അപ്പോൾ ഉണ്ണി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവണേ. അങ്ങനെ അവർ നമുക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണേ. ഈ ചേച്ചിക്ക് ഒരു മോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആളെയും കൂട്ടിയിട്ട് നമ്മൾ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിതേ നമ്മളതിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്, അങ്ങോട്ട് ഒരു ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഫാമിലി റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ കമൻറ്റിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനി കാണാം. ബൈ.